പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ ചിന്തകൾക്ക് ശക്തിയുണ്ടോ എന്നതിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുന്നേ നിങ്ങളോടൊരു കാര്യം, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ദയവ് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കും മറ്റുള്ളവർക്കുമായി വീഡിയോ ഷെയർ ചെയ്തു കൊടുക്കുക. കാരണം മറ്റുള്ളവർക്ക് കൂടി നമ്മൾ ഷെയർ ചെയ്യുമ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ഗ്രാറ്റിറ്റ്യൂഡാണ് അത് കാണിക്കുന്നത്. മറ്റുള്ളവർക്ക് ഒരു നന്മ ചെയ്യാനുള്ള അവസരം കൂടിയാണത്. അതുകൂടെ നമ്മൾ പ്രാവർത്തികമാക്കുക. കൂടാതെ പോസിറ്റീവ് തോട്ട്സ് ഉള്ള ഒരു വാട്സപ്പ് കമ്മ്യൂണിറ്റി ബിൽഡ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഒരു വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും അതിൽ കൂടി മെമ്പർ ആകാൻ അഭ്യർത്ഥിക്കുന്നു. അവിടെ നിങ്ങളുടെ സംശയങ്ങൾക്കുള്ള മറുപടിയും മോട്ടിവേഷൻസും കൂടാതെ ഒരുപാട് ഫ്രീ ക്ലാസ്സസ് അവൈലബിൾ ആയിരിക്കും. ഓക്കെ, നമ്മുടെ ചിന്തകൾക്ക് ശക്തിയുണ്ടോ എന്നുള്ളതാണ്. മാനിഫെസ്റ്റേഷൻ എന്താണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ ചിന്തകളെ നമ്മൾ ഫോക്കസ്ഡ് ആക്കണം, നമുക്ക് വേണ്ട കാര്യങ്ങളിലേക്ക് ഫോക്കസ്ഡ് ആക്കണം എന്ന് പറഞ്ഞു. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിരുന്നു, നമ്മുടെ മനസ്സിൽ ഒരു ദിവസം 60,000 മുതൽ 80,000 വരെ ചിന്തകൾ വരുന്നുണ്ട് എന്ന്. നമ്മള് മനഃപൂർവമല്ലാതെ ചിന്തിക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരുന്ന ഭൂരിഭാഗം ചിന്തകളും ഒരു പക്ഷേ റിപ്പീറ്റഡ് ആയിട്ടുള്ള തോട്ട്സ് ആയിരിക്കും. ചിലപ്പോൾ അത് കഴിഞ്ഞ ദിവസം, കഴിഞ്ഞ ആഴ്ച, കഴിഞ്ഞ മാസം, ചിലപ്പോൾ വർഷങ്ങളായിട്ട് നമ്മുടെ ഉള്ളിലുള്ള തോട്ട്സ് ആയിരിക്കാം. ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാട് നടക്കുന്ന പലതിലൂടെ നമ്മുടെ മനസ്സിലേക്ക് നമ്മുടെ 5 സെൻസസിലൂടെ, 5 നമ്മുടെ ഇന്ദ്രിയങ്ങളിലൂടെ നമ്മുടെ ഉള്ളിലേക്ക് എടുക്കുന്ന തോട്ട്സ് ആയിരിക്കാം നമ്മുടെ മനസ്സിലൂടെ പോകുന്നത്. അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ചിലപ്പോൾ നമ്മൾ കേൾക്കുന്ന പല കാര്യങ്ങളായിരിക്കാം നമ്മുടെ തോട്ട്സ് ആയിട്ട് പോകുന്നത്. പക്ഷേ ഭൂരിഭാഗം തോട്ട്സും നെഗറ്റീവ് ആയിരിക്കാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. അപ്പോൾ നമ്മുടെ ചിന്തകളെ നമ്മള് മനഃപൂർവമല്ലാതെ അതിന്റെ വഴിക്ക് വിട്ടുകൊണ്ടിരുന്നാല് നമ്മുടെ മനസ്സ് ഇങ്ങനെ പാറി കളിച്ചുകൊണ്ടിരിക്കും. അപ്പോ നമ്മുടെ ചിന്തകള് നമ്മുടെ ചിന്തകളായിട്ട് മനസ്സിലിങ്ങനെ കളിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ മനസ്സിൽ വരുന്ന നെഗറ്റീവ് ആയിട്ടുള്ള ചിന്തകളാണെങ്കിൽ നമുക്ക് എന്ത് സംഭവിക്കും? ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മൾ ആഗ്രഹിച്ചില്ലെങ്കിൽ കൂടി നമുക്ക് ചുറ്റും പല നെഗറ്റീവ്സും നടക്കാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പോ നമുക്ക് നമ്മുടെ ചിന്തകളെ എങ്ങനെ പോസിറ്റീവാക്കി മാറ്റാം എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ടത്. നമ്മുടെ ചിന്തകളെ നമ്മൾ പോസിറ്റീവാക്കി മാറ്റുമ്പോൾ നമുക്ക് ചുറ്റും നടക്കുന്ന നമ്മുടെ നെഗറ്റിവിറ്റിയെ കൂടെ നമ്മൾ മാറ്റിയെടുക്കുകയാണ് ചെയ്യുക. ഞാൻ പോസിറ്റീവായി മാത്രം ചിന്തിച്ചാൽ എനിക്ക് പോസിറ്റീവ്സ് മാത്രമേ വരുള്ളൂ എന്നുള്ളതാണോ ഞാൻ പറയുന്നത് എന്നായിരിക്കും പലരുടെയും സംശയം, അല്ലെങ്കിൽ ഇതിനെ വിമർശിക്കുന്നവർ ചോദിക്കുക. പക്ഷേ ഞാൻ പറയും, പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ ഭൂരിഭാഗവും നമ്മുടെ ജീവിതത്തിൽ പോസിറ്റീവ്സ് മാത്രമാണ് നടക്കുക. പക്ഷേ നെഗറ്റീവ്സ് വരാനുള്ള സാധ്യതയില്ലേ? ഉണ്ട്. കുറച്ച് നെഗറ്റീവ്സ് നമുക്ക് വരാനുള്ള സാധ്യതയുണ്ട്. കാരണം എന്താ? നമ്മൾ എല്ലാവരും മനുഷ്യരാണല്ലേ. അപ്പോൾ നമ്മള് പോസിറ്റീവ് ടോക്സിസിറ്റി എന്ന് പറയുന്ന ഒരു അവസ്ഥ കൂടിയുണ്ട്. അതായത് പോസിറ്റീവ്സ് മാത്രം ചിന്തിച്ച് എനിക്ക് പോസിറ്റീവ് മാത്രമേ വരുള്ളൂ എന്നുള്ള ആ ഒരു കാര്യത്തില് എന്തെങ്കിലും ഒരു നെഗറ്റീവ് വന്നാൽ അവരവിടെ അപ്പൊ സ്റ്റോപ്പ് ആയി പോകും. അങ്ങനെയല്ല, നമ്മുടെ ജീവിതത്തില് നെഗറ്റീവ്സ് വന്നാലും നമ്മള് മനുഷ്യരാണ്. ചില മൊമെന്റിലെങ്കിലും നമ്മുടെ ഫ്രീക്വൻസി, ഇൻക്ലൂഡിങ് മീ, എനിക്കും ഫ്രീക്വൻസിയിൽ വേരിയേഷൻസ് വരാനുള്ള സാധ്യതയുണ്ട് അല്ലേ? നമ്മളിപ്പോ പറയുമ്പോൾ എല്ലാ ഇമോഷനും കണക്ട് ചെയ്തിട്ടാ പറയാ. എല്ലാ മനുഷ്യർക്കും ഇമോഷൻസ് ഉണ്ട്. പക്ഷെ ആ ഇമോഷൻസിനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമ്പോഴാണ് നമ്മുടെ ജീവിതത്തില് നമുക്ക് അത്ഭുതങ്ങൾ കൊണ്ടുവരാനായിട്ട് പറ്റുക എന്നാ പറയാ. അപ്പോൾ ദേഷ്യം എന്നതൊരു പോസിറ്റീവ് വികാരമാണ് എന്നാണ് പറയുന്നത്. പക്ഷെ ദേഷ്യം നമ്മള് ഈ ഒരു കാര്യത്തിൽ പറയുമ്പോൾ പോസിറ്റീവ് ആയിട്ടാണോ പറയുന്നത്? അല്ല, ദേഷ്യം വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ ഫ്രീക്വൻസി ലോ ആയിട്ടാണ് പോകുന്നത്. അപ്പൊ പലരും ഫ്രീക്വൻസിയെ കുറിച്ച് ചോദിക്കും. അതിനെക്കുറിച്ച് ഞാൻ വേറൊരു വീഡിയോ ചെയ്യുന്നതാണ്. അപ്പോ നമ്മുടെ തോട്ട്സ് എങ്ങനെ പോകുന്നു എന്നതനുസരിച്ചിട്ടാണ് നമുക്ക് ഇമോഷൻസ് വരുന്നത്. അപ്പൊ ഈ ഇമോഷൻസ് എല്ലാം പോസിറ്റീവ് ആയിരിക്കുമ്പോഴാണ് നമുക്ക് വേണ്ട കാര്യങ്ങളും പോസിറ്റീവായിട്ട് നടക്കുക. ഇനി നമ്മൾ പോസിറ്റീവ് തോട്ട്സിൽ ഇരിക്കുമ്പോൾ നമുക്ക് വേണ്ട കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ സപ്പോസ് നമ്മളൊന്ന് നെഗറ്റീവിലേക്ക് പോയാലും നമുക്ക് ചുറ്റും നെഗറ്റീവ്സ് സംഭവിച്ചാലും അതിൽ നിന്ന് നമുക്ക്
പോസിറ്റീവ്സിനെ കണ്ടെടുക്കാനും ആ നെഗറ്റീവ്സിനെ അല്ലെങ്കിൽ നെഗറ്റീവ് ഇവന്റ്സിനെ നമ്മുടെ ചവിട്ടുപടികളാക്കി നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാനും പോകുന്ന ഒരവസ്ഥയെ, ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ചിന്തകളെ മാറ്റിയെടുക്കാൻ സാധിക്കും. അപ്പൊ നമ്മുടെ ചിന്തകൾക്ക് എന്തായാലും ശക്തിയുണ്ട്. കാരണം നമുക്ക് എന്തെങ്കിലും വേണമെന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് മനസ്സിലാണ്. ആ ആഗ്രഹം മനസ്സിൽ വരുന്നത് എങ്ങനെയാണ്? നമ്മുടെ ചിന്തകളിലൂടെയാണ്. അപ്പൊ നമ്മൾ ഇന്ന് ചിന്തിക്കുന്നത് എന്താണോ അതാണ് നാളെ നമുക്ക് ചുറ്റും സംഭവിക്കാൻ പോകുന്നത്. 5 കൊല്ലം മുന്നേ നിങ്ങൾ എന്ത് ചിന്തിച്ചോ അതാണ് നിങ്ങൾ ഇന്ന് ആയിത്തീർന്നിരിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ എന്ത് ചിന്തിക്കുന്നുവോ അതായിരിക്കും നിങ്ങൾ നാളെ ആയി തീരാൻ പോകുന്നത്. അപ്പോ ഈ ചിന്തകളെ നമ്മൾ നെഗറ്റീവായിട്ട് അതിന് തോന്നിയ പോലെ വിടാതെ നമുക്ക് വേണ്ട രീതിയിൽ പോസിറ്റീവായിട്ട് ചിന്തിച്ചു കൊണ്ടിരുന്നാല് നമുക്ക് വേണ്ടതിനെ അട്രാക്ട് ചെയ്തെടുക്കാൻ പറ്റും. അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ അഫർമേഷൻസ് പോലെയുള്ള കാര്യങ്ങളെല്ലാം യൂസ് ചെയ്യുന്നത്. അപ്പൊ അഫർമേഷൻസ് എന്താണെന്ന് അടുത്ത വീഡിയോയിൽ നമുക്ക് കേൾക്കാം. താങ്ക് യു ഓൾ, ലവ് യു ഓൾ. എല്ലാവർക്കും നല്ലൊരു